ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അസംബ്ലി ചേരാനുള്ള കാരണം പ്രൊജക്റ്റ് സ്റ്റില്ലിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജാൻവി ശ്രീനിവാസൻ എന്ന കുട്ടിക്ക് സബ് ജില്ലാ തലത്തിൽ സ്റ്റിൽ മോഡൽ 1ാം സമ്മാനം നേടിയിരിക്കുകയാണ്. അപ്പോൾ 1ാം സമ്മാനം കിട്ടിയ ജാൻവി ശ്രീനിവാസനെ നമുക്ക് അനുമോദിക്കണ്ടേ, അഭിനന്ദിക്കണ്ടേ? നമ്മുടെ 4ാം ക്ലാസ്സിലെ ജാൻവി ശ്രീനിവാസ്. ജാൻവിൻ്റെ കൂടെ തന്നെ നിന്ന നമ്മുടെ സ്കൂളിലെ അധ്യാപികയുണ്ട് സിലിയ ടീച്ചർ. അപ്പം സിലിയ ടീച്ചറെ ഈ മൊമെൻറ്റോ നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സിലിയ ടീച്ചറെ വാ. ഈ സന്തോഷവേളയിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ജാൻവിയെ ക്ഷണിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. അച്ഛനോട് എത്ര ദിവസമായി പറഞ്ഞു എനിക്ക് സിൽപ്പം കണ്ണു വാങ്ങിത്തരാൻ? എനിക്ക് സ്കൂളിൽ പ്രൊജക്ട് ചെയ്ത് കൊടുക്കാനാ. മോക്ക് അച്ഛനെല്ലാം വാങ്ങിത്തരാം. ഇപ്പൊ അച്ഛന് പട്ടായിട്ടല്ലേ. മൂന്നൊരു കാര്യം തലക്കാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ അനുഭവം. അശ്വിൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2nd ടൈം കഴിഞ്ഞ് 3rd ടൈം സ്റ്റാർട്ട് ചെയ്തു എന്നാ പറഞ്ഞേ. നാളെ തന്നെ അശ്വിൻ്റെ ഫീസ് പോയി അടിച്ചിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പൾ വിളിക്കും പോലും. അടക്ക 2 ദിവസം കഴിയട്ടെ. നമുക്കിവിടെ അടുത്തുള്ള സ്കൂളിൽ എവിടെയെങ്കിലും ചേർത്താൽ മതിയെന്ന്. വെറുതെ ഇത്രയും ഫീസും കൊടുത്തിട്ട് ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത്. നീ എന്നാ സൗമ്യ പറയുന്നത്? ഇവിടത്തേക്ക് സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകാനാ? നമുക്ക് നമ്മുടെ കുട്ടിൻ്റെ ഭാവി നോക്കണ്ടേ? അച്ഛാ, ഈ ടാസ്കിന്റെ അർത്ഥം എന്നാ? ടാസ്ക് എന്ന് പറഞ്ഞാൽ ചുമതലല്ലടാ. ടാസ്ക് അല്ല അമ്മേ, ടാസ്ക്. നീ ടീച്ചറെ വിളിച്ചു ചോദിച്ചോ? ടീച്ചറെ ഞാൻ വിളിച്ചച്ചാ, പക്ഷേ സ്വിച്ച് ഓഫ് ആണ്. ആരാ വന്നേ? അച്ഛാ, ജാൻവിയാ. ജാൻവി, ഈ ടാസ്കിന്റെ അർത്ഥം എന്നാ? ടാസ്ക് എന്ന് വെച്ചാ എടാ, അവക്കെല്ലാം എങ്ങനെ അറിയാനാ? ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ഓള് പഠിക്കുന്നത്. ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാ? നിനക്ക് അതിനെന്നാ നാളെ ടീച്ചറോട് ചോദിച്ചാ പോരെ? എനിക്കിപ്പം തന്നെ അറിയാം. ടാസ്ക് എന്ന് വെച്ചാ ആനക്കൊമ്പ്. ആ ചേട്ടൻ എന്നെയും എന്റെ സ്കൂളിനെയും അപമാനിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാ. അതിന് കാരണം എന്റെ സ്കൂളും എന്റെ ടീച്ചേഴ്സുമാ. എന്റെ സന്തോഷം കാണാൻ എന്റെ അമ്മയില്ലല്ലോ എന്ന സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഇതുവരെ എന്റെ അമ്മയെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ജനിച്ചിട്ട് എന്റെ അമ്മ മരിച്ചുപോയി. ഇവിടെയുള്ള എല്ലാ ടീച്ചറും എന്റെ മോളെ പോലെ കാണുന്നു. ഞാൻ അമ്മയില്ലാതെ സങ്കടം അറിയാതെ പോകുന്നത് ഈ സ്കൂളിൽ വരുമ്പോ. എനിക്ക് അംഗീകാരം കിട്ടാൻ കാരണം എന്റെ സ്കൂളും എന്റെ ടീച്ചേഴ്സും. എല്ലാവർക്കും എന്റെ നന്ദി. ഏറ്റവും മികച്ച അക്കാദമിക നിലവാരം, വിഷയാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കോച്ചിംഗ്, ഓരോ വിഷയങ്ങൾക്കും നേരിട്ടറിഞ്ഞു പഠിക്കാനുള്ള പഠനാന്തരീക്ഷം, ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര മേളകളിലെയും തിളക്കമാർന്ന വിജയങ്ങൾ, അറബിക് കലോത്സവത്തിൽ 1ാം സ്ഥാനം, അൽമാഹിർ പരീക്ഷയിലേക്കായി മികച്ച പരിശീലനം, LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് പ്രത്യേക പരിശീലനം, എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, മുഴുവൻ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാനും കഴിവ് തെളിയിക്കാനും കുട്ടികളുടെ കലാനൈപുണ്യങ്ങൾ പുറത്തെടുക്കുവാനും വിവിധ ക്ലബ് അടിസ്ഥാനത്തിലുള്ള പരിപാടികൾ, നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ശിശു സൗഹൃദ ക്ലാസ് മുറികൾ, ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ടുള്ള പരിസരം, വിവിധ എൻറോൾമെന്റുകൾ, എല്ലാ ക്ലാസ്സിലും പ്രൊജക്ടർ സൗകര്യം, LKG ആൻഡ് UKG 1 മുതൽ 4 വരെ അഡ്മിഷൻ ക്ഷണിക്കുന്നു.